ചേട്ടൻ എപ്പോഴും വലിയ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് എന്നും വന്നു ചേരും എന്ന് പറയണ്ടായി. എങ്കിൽ കൂടിയും നഷ്ടപ്പെട്ടു പോയി പിന്നീട് എന്തെങ്കിലും രീതിയിൽ അത് കയ്യെത്തും ദൂരത്ത് എത്തിയിട്ട് പോയി എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടായിരുന്നു? അവസരം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ പറഞ്ഞ് കരയിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. ബാഹുബലി 2 അതിൽ എന്നെ പാടാൻ വിളിച്ചു. ഹൈദരാബാദിൽ നിന്നാണ് കോള്. എനിക്ക് തോന്നുന്നു മലയാളം വേർഷന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അത് അടുത്ത ദിവസം തന്നെ ഞാൻ ഹൈദരാബാദിലെത്തണം. അപ്പോൾ ഞാൻ അന്ന് ദേവികുളം ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന സമയം ദേവികുളത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്താണ്, അവിടുന്ന് ബസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർഗ്ഗമില്ല വരാൻ. അപ്പോൾ പറഞ്ഞു എറണാകുളത്ത് എത്തിയാൽ മതി, അവിടുന്ന് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം. പക്ഷേ പിറ്റേ ദിവസം തന്നെ അവിടെ എത്തണം, കാരണം റെക്കോർഡിംഗ് എല്ലാം ഫിക്സ് ചെയ്ത് പോയി. അതിൻ്റെ അടുത്ത ദിവസം ഞാനൊരു പ്രോഗ്രാമിന് ഏറ്റു, ഒരു ഗാനമേളയ്ക്ക് ഏറ്റു എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം ഗാനമേളയല്ല, 10ഓളം പേര് പാടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരാൾ ഒന്ന് മാറി എന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോയില്ലായിരിക്കാം. അത് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ ചോദിച്ചു, എന്നെ ഒന്ന് ഒഴിവാക്കി തരാമോ? ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ആദ്യം ഏറ്റ പരിപാടി ഏതാണ്? ഞാൻ പറഞ്ഞ ഗാനമേളയാണ്. അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ടപ്പെട്ട ഒരാളാണ്. നമ്മൾ ശരി അങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു. അപ്പോൾ ശ്രീറാമ ഇത് ആരുടെ പാട്ടാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു എനിക്കറിയാം. പിന്നെ മ്യൂസിക് കമ്പോസർ ആരെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു എനിക്കറിയാം. ഞാൻ പറഞ്ഞു പക്ഷേ ഇതിങ്ങനെ ഓക്കെ ശരി. അത് പിന്നീട് ആലോചിക്കുമ്പോൾ വലിയൊരു ഒരുപക്ഷെ ഒന്നും അല്ലായിരിക്കാം. പക്ഷെ എന്നാലും നമുക്കൊരു ബാഹുബലി ഇങ്ങോട്ട് വിളിച്ചതാ. അപ്പം അങ്ങോട്ട് പോയി ചോദിച്ചിട്ടൊക്കെ തരാത്തതാണെങ്കിൽ അതല്ല, ഇത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഏത് സിനിമ എന്നറിയാമോ? സംഗീത സംവിധായകൻ ആരെന്നറിയാമോ? ഇങ്ങനെ ഒരു അവസരം ആരെങ്കിലും കളയുമോ എന്നാണ് ചോദിച്ചത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് വിധിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുള്ളൂ, സാരമില്ല. പിന്നെ നമ്മുടെ കാറ്റേ കാറ്റേക്ക് ശേഷം പിന്നെ ചെയ്തത് ഏതായിരുന്നു? അതിനുശേഷം നടൻ എന്നുള്ള സിനിമയിൽ പാടി, ഔസേപ്പച്ചൻ സാറിൻ്റെ. അതിനിടയ്ക്ക് തന്നെ ബിജുബാലിൻ്റെ ഇദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി ഒരു ഫിലിം ഉണ്ടായിരുന്നു. അതുമെല്ലാം ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ സ്വന്തം ക്ലീറ്റസ്, എന്ന് സ്വന്തം ക്ലീറ്റസ്, മമ്മൂട്ടിയുടെ അതിലൊരു പാട്ട് പാടി. തുടർന്ന് കുറേ ഒരുവിധം ഇപ്പോഴത്തെ കാലത്തെ പ്രശസ്തരായിട്ടുള്ളവരുടെ എല്ലാം പാട്ടുകൾ പാടാൻ പറ്റി. ചിലത് പുറത്തിറങ്ങിയിട്ടില്ല, സിനിമ ഇറങ്ങാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഫിലിമിൻ്റെ ലെങ്ത് കൂടിപ്പോയി എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞതുമായിട്ടുള്ള പാട്ടുകൾ നഷ്ടപ്പെട്ടു. അല്ലാത്തതെല്ലാം ഈ കാറ്റേ കാറ്റേ എന്തായാലും നമ്മുടെ മനസ്സിൽ എന്നും ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുകളായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പാടിയതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കുറച്ച് ഇഷ്ടപ്പെട്ട നല്ലൊരു മെലഡി എന്ന് പറയുന്നത് ഈ നടന് വേണ്ടിയിട്ട് പാടിയ നമുക്കും കൂടെ രണ്ടുപേരെ ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ട്. മൂളി വരുന്ന മുളം കാറ്റിൽ ഒരു കുമ്പിൽ മലരുണ്ടോ, മലരതിൻ്റെ ഇടനെഞ്ചിൽ വിരിയും നിഴലില്ലയോ, ആ നിഴലിൻ നിനവില്ലയോ. നല്ലൊരു പാട്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്, ഇന്നും നേതാവ്, വാളെടുക്കണം വലവിരിക്കണം. അത് ഒരു പ്രത്യേക ടോണിലാണ് എന്നെ വിദ്യാസാഗർ സാർ പാടിച്ചത്. വിദ്യാസാഗർ സാറിൻ്റെ ഒക്കെ പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. വോയിസ് മാറ്റിയാണ് പാടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഈ പാട്ട് പാടിയെന്ന് പലർക്കും അറിയില്ല. ഞാൻ തന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അത് ഞാൻ പാടിയതാണ്. അതുപോലെ അമ്മാവന്റെ കാര്യം പറഞ്ഞ പോലെ ഇത് പലരും അറിയാതെ പോയ കാര്യമാണ്, അറിയില്ല. അതുപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ തുടർന്ന് പ്രശാന്ത് പിള്ളയുടെ ചില ഈ ബ്ലൂസ് പോലുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഇറങ്ങാനുള്ള ഏതെങ്കിലും സിനിമ? ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ചിത്രങ്ങൾ ഇറങ്ങാനുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ എങ്ങനെയാണെന്ന് അറിയാതെ ഒരിക്കലും ഇതുപോലെ ഒരു ചാനലിൽ ഒരു നല്ലൊരു പാട്ട് പാടി അത് ഞാൻ കയറി അങ്ങ് വിളമ്പി
നല്ല പാട്ടാണ്, നല്ല സംഗീത സംവിധായകൻ. പക്ഷെ പടവും വന്നില്ല, എന്തൊക്കെയോ ഇഷ്യൂസ് ആയിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി ആ പാട്ട് എവിടെയെന്ന്. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് പറയാം. പിന്നെ ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഓണപ്പാട്ടുകൾ അങ്ങനെ പാടിയ അനുഭവങ്ങളുണ്ടോ? ഓണം സമയത്ത് പലപ്പോഴും പാടാൻ പറ്റിയിട്ടുണ്ട്. ആകാശവാണിയിൽ തന്നെ ഞങ്ങൾ പാടിയിട്ടുണ്ട്. അല്ലാതെ പുറത്തും ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് എന്തായാലും കാണും. അതിനുവേണ്ടി ഓണത്തിൻ്റെ മാത്രമായിട്ടുള്ള സോങ്സ് സെലക്ട് ചെയ്ത് പാടാറുണ്ട്. പിന്നെ ഇപ്പോൾ ആകാശവാണിയുമായിട്ട് എന്തെങ്കിലും സഹകരിച്ചെങ്കിലും? തീർച്ചയായിട്ടും. 3 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. അടുത്തിടെ എനിക്ക് വലിയൊരു ഭാഗ്യം ആകാശവാണിയുടെ നാഷണൽ പ്രോഗ്രാം എന്നെ പങ്കെടുക്കാൻ പറ്റി. അതായത് ഇന്ത്യ ഒട്ടുക്കുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷൻസും ഒരേ സമയത്ത് പാട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതും എൻ്റെ മലയാളം ലൈറ്റ് സോങ്സ് ആണ്. അപ്പോൾ ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് ഞാൻ തന്നെ 4 പാട്ടുകൾ പാടി. അത് ഇന്ത്യ ഒട്ടുക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനും ബ്രോഡ്കാസ്റ്റ് ചെയ്യും ഈ മലയാളം സോങ്സ്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാമിന്. അപ്പോൾ അത് ഏത് പാട്ടുകളാണ് ചേട്ടൻ ചൂസ് ചെയ്തത്? ഞാൻ പുതിയതായിട്ട് വരികൾ എഴുതിച്ച് ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത്. ആരാണ് അതിനുവേണ്ടി? ആദ്യം 4 പാട്ട്. ഒരെണ്ണം എഴുതിയത് ജയകുമാർ സാറാണ് നമ്മുടെ, പിന്നെ പ്രഭാവർമ്മ സാറ് ഒരെണ്ണം എഴുതി, പിന്നെ ഒരെണ്ണം എഴുമാവിൽ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി, പിന്നെ ഒരെണ്ണം ആകാശവാണിയിൽ തന്നെ എൻ്റെ സുഹൃത്ത് മുഖത്തല ശ്രീകുമാർ. അങ്ങനെ ഈ 4 പാട്ട്. അതിൽ ഒരു പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം? ഈ 4ഉം എനിക്ക് ഒരുപോലെ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു പാട്ട്. സഖീ 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 യാരമിത വനമാലിന പാടും യാമിനിയിൽ മായാമുരളിക തേടുന്നു മധുമൊഴിയേ സഖീ യാരമിത. അപ്പോ അതിന്റെ ഈ ബ്രോഡ്കാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ അതാണ് ഇപ്പൊ ആകാശവാണിക്ക് ഒരു 2 ആഴ്ചയായിട്ടുള്ളത്. ഓ, അത്രേ ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇപ്പൊ ഓണം പരിപാടികളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഓണത്തിനും ആകാശവാണിയിൽ നിന്ന് വീണ്ടും 1-2 വർക്ക് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ പുറത്ത് ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാണും. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ചിങ്ങം തുടങ്ങിയ ശേഷം മിക്കവാറും ഏതെങ്കിലും അസോസിയേഷനുകൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഈ ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗസ്റ്റായിട്ട് പോവുക, ഇത് തന്നെയാണ് ഇപ്പോൾ പരിപാടി. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് തിക്കുറിശിയുമായിട്ടുള്ള ഒരു അനുഭവം. അദ്ദേഹം കൊണ്ട് എന്തോ സ്ക്രിപ്റ്റ് ചെയ്യിച്ചു. അതെന്തായിരുന്നു ആ ഒരു? തിക്കുറിശി സാറിനെ ഒരുപക്ഷെ എൻ്റെ അച്ഛൻ്റെ കാലം മുതൽ അവർ സുഹൃത്തുക്കളാണ്, പരിചയക്കാരാണ്. അദ്ദേഹം സകലകലാവല്ലഭനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ട്, അദ്ദേഹത്തിൻ്റെ ഗാനരചന ഒരിക്കലും ആകാശവാണിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി വളരെ ഈ 50s 60s ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് കണ്ടതായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ, കാരണം എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല, ഞാൻ വിചാരിച്ചു സാറിനെ കൊണ്ട് 2 സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കും, ലളിതഗാനങ്ങൾ. അങ്ങനെ ഞാൻ ജവഹർ നഗറിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നാരാണ്. അപ്പോൾ വലിയ സന്തോഷമായി. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ 2 പാട്ട് ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞു. ഒന്ന് രാഗാചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടും പിന്നെ അപസ്വരങ്ങൾ അങ്ങനെ കണ്ട് പറഞ്ഞിട്ട് 2 പാട്ട് അദ്ദേഹം അടുത്ത ദിവസം എഴുതി തന്നു. ഞാനത് കൊണ്ടുവന്നു. നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് റെക്കോർഡിങ്സും ഒക്കെ എടുത്ത് ബ്രോഡ്കാസ്റ്റ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഒരു ഫെബ്രുവരിയിൽ എങ്ങാണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഡിസംബർ ആ ഒരു സമയത്താണ് സ്ക്രിപ്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എന്നാൽ തിക്കുറിച്ചിയെ പോലെ ഇത്രയും വലിയൊരാളുടെ 2 പാട്ടുകൾ ആകാശവാണിക്ക് വേണ്ടി ശബ്ദശേഖരത്തിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ഭാഗ്യം. ഞാൻ വീണ്ടും തിരിച്ച് കുട്ടിക്കാലത്തിലേക്ക് വരികയാണ്. അച്ഛൻ വളരെ പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു. ആ സമയത്തൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നിറച്ച് ഗായകരൊക്കെ വരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു ഓർമ്മകൾ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? ഓർമ്മകൾ
വളരെ കുട്ടിക്കാലത്തെ ഓർമ്മ ഞാൻ മിക്കവാറും പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഓണക്കാലമാണ്. ഓണക്കാലത്ത് ടാഗോർ തിയേറ്ററിൽ എങ്ങാണ്ടാണ് ഒരു വലിയൊരു അന്ന് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പാകെ അവതരിപ്പിക്കുന്ന പരിപാടിയുണ്ട് ആകാശവാണിക്ക്. സ്റ്റേജിൽ നമ്മളെ വളരെ അറിയപ്പെടുന്ന കലാകാരന്മാരെ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുക. അന്ന് ഒരു ഇൻവിറ്റേഷൻ പാസ്സൊക്കെ കിട്ടാൻ ആൾക്കാർ ക്യൂ നിൽക്കും ആകാശവാണിയുടെ പരിപാടി കാണാൻ. ഇന്ന് അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ എല്ലാം ഒരുപോലെ ആയിപ്പോയില്ലേ. അപ്പോൾ അന്ന് ഇപ്പോൾ റിഹേഴ്സൽസ് എന്തൊക്കെ നടക്കും നമുക്കറിയില്ലല്ലോ, എന്തൊക്കെയാണ് നടക്കുന്നത്. ഒരു ഓണം സമയത്താണ്. ഉച്ചയ്ക്ക് ഒരു ദിവസം ഞാനൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്ന്, അത് സ്കൂളില്ല, കളിച്ചൊക്കെ നടന്നിട്ട് വീട്ടിൽ വരുമ്പോൾ കുറേ പേരിങ്ങനെ വീട്ടിനകത്തോട്ട് കയറി വരിക, കുറേ പേരുണ്ട്. അപ്പോൾ അന്ന് ഞാനിപ്പോഴും ഇത് പറയാൻ തന്നെ കാര്യം രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഇപ്പോഴത്തെ ഒരു കലാകാരന്മാരോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ഒരു ഈഗോയും അല്ലെങ്കിൽ ഞാൻ ഇന്നാരാണ് എന്നൊന്ന് കാണിക്കാൻ താല്പര്യമുള്ളവർ തന്നെയായിരിക്കും എല്ലാവരും. ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് ഒരു ചെറിയ, ഇപ്പോൾ മുടുക്കെന്ന് പറയും, ഇടവഴി, കഷ്ടിച്ചൊരു 2 വീലറിനെ പോകാൻ പറ്റുള്ളൂ. ആദ്യം താമസിച്ചിരുന്ന വീട് അതാണ്. അപ്പം 70s താമസിച്ചിരുന്നത്. അപ്പോൾ അത് കുറച്ച് നടന്നകത്ത് വന്നാലേ വീട്ടിലോട്ട് എത്തുള്ളൂ. ഒരു 2-3 വളവുകളൊക്കെ തിരിഞ്ഞ് നടന്ന് റോഡിൽ കാറിൽ ഇറങ്ങി ഇത്രയും നടന്നാലേ അകത്തോട്ട് വരും. ഈ റോഡ് അത്രയും നടന്ന് കയറി അച്ഛൻ്റെ കൂടെ ഇനി പറയാൻ പോകുന്നവർ വരികയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒന്ന് തിക്കൃഷി സാറിൻ്റെ മകളും ഉണ്ടായിരുന്നു, കനകലത അല്ല പേര് ലത എന്ന് ഓർമ്മയുണ്ട്. സാറിൻ്റെ മകളുണ്ട്, മരിച്ചുപോയി. എസ് ജാനകി പിന്നെ അതുപോലെ പ്രശസ്തരായിട്ടുള്ള കുറേ പേര്, ഒരു 5-6 പേര്, അവരെല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലാണ് വരുന്നത്. ദാസാർ എന്ന പ്രോഗ്രാമിനുണ്ട്, പക്ഷെ അന്ന് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. അതിന് മുമ്പ് 2 പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ കുറേ കൂടെ ചെറുതാണ്. ആ സമയത്ത് വരുമ്പോൾ ചേച്ചിക്ക് വേണ്ടി ഏത് പാട്ട് പാടണം എന്ന് 2 പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ട്. ശകുന്തളയിലെ പാട്ടൊക്കെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി, ലേറ്റായി. അദ്ദേഹം വൈകുന്നേരം 4 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ടും അദ്ദേഹം രാത്രി അങ്ങോട്ട് 10:30 അങ്ങോട്ടായപ്പോൾ അദ്ദേഹം വന്നു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന നടന്നാണ്. അപ്പോൾ ആ ഓർമ്മ എനിക്കുണ്ട്. രണ്ടാമത് വരുന്ന പാട്ടൊക്കെ പാടിയിട്ട്, അയ്യോ ഇതിന്റെ പേയ്മെന്റ് ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി, പാട്ട് പാടാൻ പറഞ്ഞ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന രംഗം. പക്ഷെ ഈ പറയുന്ന ദിവസം ഓണത്തിന് അദ്ദേഹം സ്റ്റേജിലുണ്ടെങ്കിലും അദ്ദേഹത്തെ അന്ന് വരാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വേറെ വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഇവരൊക്കെ വന്ന് ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് മുമ്പേ വലിയൊരു ഊഞ്ഞാല ഞങ്ങൾ കെട്ടിയിട്ടിരുന്നു, നല്ല പൊക്കത്തിൽ. അന്ന് വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു, സ്ഥലം കുറവാണ്, എന്നാൽ പോലും ഈ പശുവിനെ കെട്ടാനായിട്ട് വലിയ കയറ് വാങ്ങിച്ചു വയ്ക്കും അച്ഛൻ. അപ്പം ഞാൻ പറയാം, അച്ഛാ ഊഞ്ഞാല് കെട്ടിത്താന്ന് പറയുമ്പോൾ വലിയൊരു ഊഞ്ഞാല് കെട്ടിയിരുന്നു. തെങ്ങിൻ്റെ മടൽ ഇങ്ങനെ ചെത്തി, അതാണ് ഇരിക്കാനായിട്ട് വെക്കുന്നത്, പലകയല്ല. അപ്പോൾ ജാനകിയമ്മ വന്നിട്ട്, അയ്യോ ഊഞ്ഞാലാണല്ലോ, അതുകൊണ്ട് കുറച്ച് പൊക്കത്തിലാണ്, കാരണം ഇല്ലേ കാല് തട്ടും ഇരുന്ന് കഴിയുമ്പോൾ. ഇവർ ചാടി അതിൽ കയറി ഇരുന്ന് അതങ്ങ് നന്നായിട്ട് താന്നു. എന്നിട്ട് നല്ല നമ്മൾ കുടം വിടുക എന്ന് പറയില്ലേ, ഇങ്ങനെ അത്രയും സ്പീഡിൽ അവരിങ്ങനെ ആടി. അപ്പം ഞാനൊക്കെ ഇത് കണ്ട, അന്ന് നമുക്കതൊന്നും ഇതൊക്കെ സോഷ്യൽ മീഡിയ അറിയാം, ഇന്നാരാണെന്ന് അറിയാമെന്നല്ലാതെ ഇവരുടെ മഹത്വം ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അവരൊക്കെ അപ്പോഴത്തേക്കും വേറെ ആരൊക്കെയോ ഊഞ്ഞാലിലൊക്കെ ഇരുന്നാടി. തിക്കൃഷി സാർ എന്തെന്നൊക്കെയോ തമാശകളൊക്കെ പറയുന്നു. അത് മനസ്സിൽ ആ രംഗം ഇപ്പോഴും മറഞ്ഞു നിൽപ്പുണ്ട്. അതിനുശേഷം പിന്നെ എവിടെയെങ്കിലുമൊക്കെ എഴുതണം കേട്ടോ, എഴുതണം. പക്ഷെ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു കാലം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോഴുള്ളൊരു, അല്ലെങ്കിൽ നമ്മളോട് അത്ര അടുപ്പമുള്ളവരായിരിക്കണം അങ്ങനെ വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഈ ശാസ്ത്രീയ സംഗീതത്തിലുള്ള കലാകാരന്മാരൊക്കെ അച്ഛൻ്റെ അടുത്ത് പാട്ട് പഠിക്കാനും, അച്ഛൻ മലയാള കീർത്തനങ്ങൾ ഒരുപാട് ചിട്ടപ്പെടുത്തിയിരുന്നു. പലർക്കും അറിഞ്ഞുകൂടാത്തൊരു മേഖലയായിരുന്നു. കാരണം ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ കന്നഡ, തെലുങ്ക്, തമിഴ് ഇതൊക്കെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് കച്ചേരി. അപ്പം മലയാള കീർത്തനങ്ങളുണ്ട്, അതെങ്ങനെ പാടിയിരുന്നു എന്ന് ആർക്കും അറിയില്ല. അച്ഛനത് ഈണമിട്ടു എന്നുള്ളതാണ്. വളരെ ചുരുക്കം പേരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അച്ഛൻ 300-400 കീർത്തനങ്ങൾ അച്ഛൻ സ്വാതിരുന്നാൾ ഇരയിമ്മൻ തമ്പി, അദ്ദേഹത്തിൻ്റെ മകൾ കുട്ടിക്കുഞ്ഞി തങ്കച്ചി, മഹാകവി KC കേശവപിള്ള, മഹാകവി കുട്ടമത്ത്, അങ്ങനെ തുടങ്ങി വയലാർ, ONV വരെയുള്ളവരുടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ രൂപത്തിലുള്ളത് അച്ഛൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാകുന്ന കരുണ ജീവാനന്ദ താമസം കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ശ്രീരാഗത്തിലൊരു
കീർത്തനമുണ്ട്. അത് അച്ഛനാണ് കമ്പോസ് ചെയ്തതെന്നുള്ളത് ആർക്കും അറിയില്ല. ഓ അതുപോലെ അളിവേണി എന്തു ചെയ്യൂ എന്നുള്ളൊരു പദം സ്വാതിരുന്നാളുടെ ഇത് MS സുബ്ബലക്ഷ്മി അമ്മ വരെ പാടിയിട്ടുണ്ട്. പക്ഷെ അച്ഛനാണ് ഇതിന്റെ കമ്പോസിങ് എന്നുള്ളത് പലർക്കും അറിയില്ല. ചേട്ടൻ ഇതൊക്കെ ഞാനിപ്പോ അതിന്റെ ഒരു വർക്കിലും കൂടെയാണ്. അത്യാവശ്യമൊക്കെ പാടാറുണ്ട് അച്ഛന്റെ കീർത്തനങ്ങൾ. ഇതെല്ലാം കേട്ട് പഠിച്ചതാ. ഓരോരുത്തരെ പഠിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടാ. അളിവേണി എന്തു ചെയ്യൂ ഹന്ത ജ്ഞാനിനി മാനിനി അളിവേണി എന്തു ചെയ്യൂ ഹന്ത ജ്ഞാനിനി മാനിനി അളിവേണി എന്തു ചെയ്യൂ പദം. ഇതൊരു സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ അതിനുള്ളൊരു ശ്രമം നടക്കുകയാണ്. മാക്സിമം കളക്ട് ചെയ്തിട്ട് പലരെയും പഠിപ്പിച്ച് അവരുടെ എല്ലാം മനസ്സിലുണ്ടത്. അപ്പോൾ അതൊന്ന് തിരിച്ചെടുത്തൊന്ന് ഒരു പ്രിസർവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല ഈ സെപ്റ്റംബർ മാസം അച്ഛൻ്റെ 100ാം ജന്മവാർഷികമാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് അതിനെന്തെങ്കിലും അതിന് 3 ദിവസത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യാണ്. കച്ചേരികൾ, മലയാള കീർത്തനങ്ങൾ വെച്ച് അച്ഛൻ കമ്പോസ് ചെയ്ത മുഴുവൻ കീർത്തനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കച്ചേരി നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒത്തിരി വിശേഷങ്ങൾ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ആകാശവാണി കഴിഞ്ഞ് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. എന്തായാലും ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടാനായിട്ടും നമുക്ക് എന്നും ഓർത്തിരിക്കാനുള്ള വരികൾ ജി ശ്രീറാമിൽ നിന്നുണ്ടാവാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സെപ്റ്റംബറിലെ അച്ഛൻ്റെ പരിപാടി അത് ഗംഭീര വിജയമാക്കാൻ കഴിയട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ഓണപ്പാട്ടും കൂടെ പാടി നമുക്ക് തീർച്ചയായിട്ടും. ആദ്യകാലത്ത് ഇറങ്ങിയ ഒരു പഴയ ആൽബത്തിലെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ഗാനം ശ്രീകുമാരൻ തമ്പി സാർ എഴുതി ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം നൽകിയ ഒരു പാട്ട് പാടും. ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി അവൾ മധുഹാസം തൂകി കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ മാനം വലിച്ചെറിഞ്ഞല്ലോ കടലിൻ മോഹം തണുത്ത കരിമുകിൽ വിളർത്തുമാഞ്ഞല്ലോ കാറ്റിൽ വിളർത്തുമാഞ്ഞല്ലോ ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ കന്നിക്കൊയ്ത്തിനു കാത്തിരിക്കും പാടമുണർന്നല്ലോ നെല്ലിൻ പാടമുണർന്നല്ലോ മണ്ണിൻ മനസ്സിൽ വിടർന്ന കതിരുകൾ ചിരിച്ചു നിന്നല്ലോ കനകം കൊരുത്തു തന്നല്ലോ ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി അവൾ മധുഹാസം തൂകി. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്നായിരിക്കട്ടെ എല്ലാവരും.